നമസ്കാരം, ഏവർക്കും നോ ലിമിറ്റ്സ് PSC യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക് എക്കണോമിക്സിലെ പ്രധാന ഭാഗമായ നികുതിയെക്കുറിച്ചാണ്, അഥവാ ടാക്സ് സിസ്റ്റത്തിനെ കുറിച്ചാണ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രധാന വരുമാന മാർഗമാണ് നികുതി. നികുതിയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന ഇന്ത്യൻ കൃതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നികുതിയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന ഇന്ത്യൻ കൃതികൾ മനുസ്മൃതിയും അർത്ഥശാസ്ത്രവുമാണ്. നികുതിയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന ഇന്ത്യൻ കൃതികൾ മനുസ്മൃതിയും അർത്ഥശാസ്ത്രവുമാണ്. മനുസ്മൃതി എഴുതിയിരിക്കുന്നത് മനുവാണ്. അർത്ഥശാസ്ത്രം എഴുതിയിരിക്കുന്നത് ചാണക്യൻ അല്ലെങ്കിൽ കൗടില്യനാണ്. നികുതിയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന ഇന്ത്യൻ കൃതികൾ ഏതൊക്കെയാണ്? മനുസ്മൃതിയും അർത്ഥശാസ്ത്രവും. ഇനി പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? LDC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലെ മുദ്രാവാക്യമായിരുന്നു പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. സുൽത്താൻ ഭരണകാലത്ത് ഇസ്ലാമിക വിശ്വാസികളല്ലാത്തവരുടെ മേൽ ചുമത്തിയിരുന്ന നികുതി പറയുന്ന പേരാണ് ജസിയ. ഓർക്കുക, സുൽത്താൻ ഭരണകാലത്ത് ഇസ്ലാമിക വിശ്വാസികളല്ലാത്തവരുടെ മേൽ ചുമത്തിയിരുന്ന നികുതിയാണ് ജസിയ. ആദ്യമായി ജസിയ ഏർപ്പെടുത്തിയത് ഫിറോസ് ഷാ തുഗ്ലക്കാണ്. ജസിയ പിൻവലിച്ചത് അക്ബർ. ജസിയ പുനഃസ്ഥാപിച്ചത് ഔറംഗസീബ്. ഓർത്ത് പഠിക്കുക, സുൽത്താൻ ഭരണകാലത്ത് ഇസ്ലാമിക വിശ്വാസികളല്ലാത്തവരുടെ മേൽ ചുമത്തിയിരുന്ന നികുതിയാണ് ജസിയ. ആദ്യമായി ജസിയ ഏർപ്പെടുത്തിയത് ഫിറോസ് ഷാ തുഗ്ലക്ക്. ജസിയ പിൻവലിച്ചത് അക്ബർ. ജസിയ പുനഃസ്ഥാപിച്ചത് ഔറംഗസീബ്. പ്രാചീന കാലത്ത് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന നികുതി പറയുന്ന പേരാണ് വർധനം. പ്രാചീന കാലത്ത് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന നികുതി പറയുന്ന പേരാണ് വർധനം. പ്രാചീന കാലത്ത് തീർത്ഥാടകരുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന നികുതിയെ പറയുന്ന പേരാണ് യാത്രാവേദന. പ്രാചീന കാലത്ത് തീർത്ഥാടകരുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന നികുതിയെ പറയുന്ന പേരാണ് യാത്രാവേദന. മറാത്ത സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന പ്രധാന നികുതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ചൗത്ത് സാർദേശ്മുഖി. മറാത്ത സാമ്രാജ്യം നിലനിന്നിരുന്ന പ്രധാന നികുതി ചൗത്ത് സാർദേശ്മുഖി. ഒന്നുകൂടെ നോക്കാം. പ്രാചീന കാലത്ത് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന നികുതിയെ പറയുന്ന പേരാണ് വർധനം. പ്രാചീന കാലത്ത് തീർത്ഥാടക മേൽ ഏർപ്പെടുത്തിയ നികുതിയെ പറയുന്ന പേരാണ് യാത്രാവേദന. മറാത്ത സാമ്രാജ്യം നിലനിന്നിരുന്ന പ്രധാന നികുതികൾ ചൗത്ത് സാർദേശ്മുഖി. പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. നികുതിയെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന ഇന്ത്യൻ കൃതികൾ ഏതൊക്കെയാണ്? മനുസ്മൃതിയും അർത്ഥശാസ്ത്രവും. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. സുൽത്താൻ ഭരണകാലത്ത് ഇസ്ലാമിക വിശ്വാസികളല്ലാത്തവരുടെ മേൽ ചുമത്തിയിരുന്ന നികുതി ജസിയ. ആദ്യമായി ജസിയ ഏർപ്പെടുത്തിയത് ഫിറോസ് ഷാ തുഗ്ലക്ക്. ജസിയ പിൻവലിച്ചത് അക്ബർ. ജസിയ പുനഃസ്ഥാപിച്ചത് ഔറംഗസീബ്. ഈ പോയിന്റുകൾ ഓർക്കുക. പ്രാചീന കാലത്ത് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന നികുതിയെ പറയുന്ന പേരാണ് വർധനം. പ്രാചീന കാലത്ത് ഇറക്കുമതി ചെയ്തിരുന്ന സാധനങ്ങൾക്ക് മേൽ ചുമത്തിയിരുന്ന നികുതിയെ പറയുന്ന പേരാണ് വർധനം. പ്രാചീന കാലത്ത് തീർത്ഥാടകരുടെ മേൽ ഏർപ്പെടുത്തിയിരുന്ന നികുതിയെ പറയുന്ന പേരാണ് യാത്രാവേദന. മറാത്ത സാമ്രാജ്യം നിലനിന്നിരുന്ന പ്രധാന നികുതികൾ ചൗത്ത് സാർദേശ്മുഖി. ഇനി ലോകത്തിലാദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്റ്റാണ്. ലോകത്തിലാദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്റ്റ്. ലോകത്തിലാദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ രാജ്യം എന്താണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ് ഉത്തരം. ലോകത്തിലാദ്യമായി മൂല്യവർദ്ധിത നികുതി അഥവാ വാല്യൂ ആഡഡ് ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസ് ആണ് ഉത്തരം. ലോകത്തിലാദ്യമായി കാർബൺ നികുതി ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലാൻഡ്. കാർബൺ നികുതി പൊല്യൂഷൻ നടത്തുന്നവർക്ക് മേൽ ചുമത്തപ്പെടുന്ന നികുതിയാണ് കാർബൺ നികുതി. കാർബൺ നികുതി ലോകത്തിലാദ്യമായി ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലാൻഡ്. ലോകത്തിലാദ്യമായി കൊഴുപ്പ് നികുതി അഥവാ ഫാറ്റ് ടാക്സ് എന്ന് പറയും. ഫാറ്റ് ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്കാണ്. ലോകത്തിലാദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്കാണ്. ലോകത്തിലാദ്യമായി ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ചൈനയാണ്. ഒന്നുകൂടെ നോക്കാം. ലോകത്തിലാദ്യമായി നികുതി എന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്റ്റ്. ലോകത്തിലാദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്റ്റ്. ലോകത്തിലാദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസ്. ലോകത്തിലാദ്യമായി കാർബൺ നികുതി ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലാൻഡ്. ലോകത്തിലാദ്യമായി കാർബൺ നികുതി ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലാൻഡ്. ലോകത്തിലാദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്ക്. ലോകത്തിലാദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്ക്. ലോകത്തിലാദ്യമായി ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ചൈന. ലോകത്തിലാദ്യമായി ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ചൈന. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ബെൽജിയമാണ് ഉത്തരം. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ബെൽജിയം. എന്നാൽ ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള ഏഷ്യൻ രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ജപ്പാനാണ്. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള ഏഷ്യൻ രാജ്യം ജപ്പാനാണ്.
ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയും ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള ഇന്ത്യൻ പട്ടണം കൊൽക്കത്തയുമാണ്. ഓർക്കുക, ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയും ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള ഇന്ത്യൻ പട്ടണം കൊൽക്കത്തയുമാണ്. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയും ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള ഇന്ത്യൻ പട്ടണം കൊൽക്കത്തയുമാണ്. ഒന്നുകൂടെ നോക്കാം നമുക്ക് പറഞ്ഞ പോയിന്റ്സ്. ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഈജിപ്റ്റ്. ലോകത്തിൽ ആദ്യമായി നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? ഈജിപ്റ്റാണ്. ലോകത്തിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസാണ്. ലോകത്തിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസാണ്. ലോകത്തിൽ ആദ്യമായി കാർബൺ നികുതി ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലാൻഡ്. ലോകത്തിൽ ആദ്യമായി കാർബൺ നികുതി ഏർപ്പെടുത്തിയ രാജ്യം ന്യൂസിലാൻഡ്. ലോകത്തിൽ ആദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്കാണ്. ലോകത്തിൽ ആദ്യമായി കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഡെൻമാർക്ക്. എന്നാൽ ഇന്ത്യയിൽ കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിലെ കൊഴുപ്പ് നികുതി ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. അതുകൂടി ഓർക്കുക. ലോകത്തിൽ ആദ്യമായി ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ചൈന. ലോകത്തിൽ ആദ്യമായി ഉപ്പ് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ചൈന. ഇനി ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ബെൽജിയമാണ്. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ബെൽജിയം. എന്നാൽ ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള ഏഷ്യൻ രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ്. ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്ര. ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള ഇന്ത്യൻ പട്ടണം കൊൽക്കത്തയാണ്. ഇന്ത്യയിൽ ആദായ നികുതി നിലവിൽ വന്ന വർഷം 1962 ഏപ്രിൽ 1. ഓർക്കുക, ഇന്ത്യയിൽ ആദായ നികുതി നിലവിൽ വന്നത് എന്നാണ് 1962 ഏപ്രിൽ 1. നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് എത്രാമത്തെ വകുപ്പാണ് നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ 265 വകുപ്പാണ് നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് എത്രാമത്തെയാണ്? 265 വകുപ്പ്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ പ്രധാന വരുമാന മാർഗ്ഗമാണ് നികുതി എന്ന് നേരത്തെ പറഞ്ഞായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന വരുമാനം കോർപ്പറേറ്റ് നികുതിയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വരുമാനം വിൽപ്പന നികുതിയുമാണ്. എന്നോട് നോക്കുക, ഇന്ത്യയിൽ ആദായ നികുതി നിലയിൽ വന്ന 1962 ഏപ്രിൽ 1. ഇന്ത്യയിൽ ആദായ നികുതി നിലയിൽ വന്നതെന്നാണ് 1962 ഏപ്രിൽ 1. നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് 265 വകുപ്പ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന മാർഗ്ഗമാണ് നികുതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന മാർഗ്ഗമാണ് നികുതി. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം എന്താണ്? കോർപ്പറേറ്റ് നികുതി. കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന വരുമാനം കോർപ്പറേറ്റ് നികുതി. സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വരുമാനം ഏതാണ്? വിൽപ്പന നികുതി. സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വരുമാനം വിൽപ്പന നികുതി. നമ്മൾ 1962 ഏപ്രിൽ 1 ഇന്ത്യയിൽ നികുതി നിലവിൽ വന്നതെന്ന് പഠിച്ചായിരുന്നു. ഇനി നികുതികളെക്കുറിച്ച് പഠിക്കാനായി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിയോഗിക്കപ്പെട്ട കമ്മീഷൻ്റെ തലവൻ ഡോക്ടർ ജോൺ മത്തായി എന്നാണ് ആ കമ്മീഷൻ നിയോഗിക്കപ്പെട്ടത്? 1954. നികുതികളെക്കുറിച്ച് പഠിക്കാനായി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിയോഗിക്കപ്പെട്ട കമ്മീഷൻ്റെ തലവൻ്റെ പേര് ഡോക്ടർ ജോൺ മത്തായി. വർഷം 1954. നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റിയെ പറയുന്ന പേര് കമ്മിറ്റി രാജാ ചെല്ലയ്യ കമ്മിറ്റി. വർഷം 1991. നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി രാജാ ചെല്ലയ്യ കമ്മിറ്റി. വർഷം 1991. പ്രത്യക്ഷ പരോക്ഷ നികുതികളുടെ പരിഷ്കരണത്തെ സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി വിജയ് ഖേൽക്കർ കമ്മിറ്റി. വർഷം 2002. പ്രത്യക്ഷ പരോക്ഷ നികുതികളുടെ പരിഷ്കരണത്തെ സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി വിജയ് ഖേൽക്കർ കമ്മിറ്റി. 2002. ഒന്നുകൂടി നോക്കുക നമ്മൾ പഠിച്ച പോയിന്റ്സ്. ഇന്ത്യയിൽ ആദായ നികുതി നിലവിൽ വന്ന വർഷം 1962 ഏപ്രിൽ 1. ഇന്ത്യയിൽ ആദായ നികുതി നിലവിൽ വന്നതെന്നാണ് 1962 ഏപ്രിൽ 1. നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് 265 വകുപ്പ്. നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ വകുപ്പ് 265 വകുപ്പ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന മാർഗ്ഗമാണ് നികുതി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രധാന വരുമാന മാർഗ്ഗമാണ് നികുതി. എന്നാൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം കോർപ്പറേറ്റ് നികുതി. കോർപ്പറേറ്റുകളുടെ നികുതിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം. സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം വിൽപ്പന നികുതി. സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വരുമാന മാർഗ്ഗം വിൽപ്പന നികുതി. നികുതികളെക്കുറിച്ച് പഠിക്കാനായി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിയോഗിക്കപ്പെട്ട കമ്മീഷൻ്റെ തലവൻ ഡോക്ടർ ജോൺ മത്തായി. വർഷം 1954. ഇന്ത്യയിൽ നികുതി ഏർപ്പെടുത്തിയ വർഷം 1962 ഏപ്രിൽ 1. നികുതികളെക്കുറിച്ച് പഠിക്കാനായി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിയോഗിക്കപ്പെട്ട കമ്മീഷൻ്റെ തലവൻ ഡോക്ടർ ജോൺ മത്തായി. വർഷം 1954. നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി രാജാ ചെല്ലയ്യ കമ്മിറ്റി. നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി രാജാ ചെല്ലയ്യ കമ്മിറ്റി. വർഷം 1991. പ്രത്യക്ഷ പരോക്ഷ നികുതികളുടെ പരിഷ്കരണത്തെ സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി വിജയ് ഖേൽക്കർ കമ്മിറ്റി. 2002. വർഷം 2002. പ്രത്യക്ഷ പരോക്ഷ നികുതികളുടെ പരിഷ്കരണത്തെ സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി വിജയ് ഖേൽക്കർ കമ്മിറ്റി. വർഷം 2002.
ഓർക്കുക, നികുതികളെക്കുറിച്ച് പഠിക്കാനായി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നിയോഗിക്കപ്പെട്ട കമ്മീഷൻ്റെ തലവൻ്റെ പേര് ഡോക്ടർ ജോൺ മത്തായി. വർഷം 1954. നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം നൽകിയ കമ്മിറ്റി രാജാ ചെല്ലയ്യ കമ്മിറ്റി. വർഷം 1991. പ്രത്യക്ഷ പരോക്ഷ നികുതികളുടെ പരിഷ്കരണത്തെ സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി വിജയ് ഖേൽക്കർ കമ്മിറ്റി. വർഷം 2002. നമ്മുടെ നികുതിയെ നമ്മൾ രണ്ടായി തരംതിരിക്കുന്നു. അതായത് പ്രത്യക്ഷ നികുതി അഥവാ ഡയറക്റ്റ് ടാക്സ്, പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സ്. പ്രത്യക്ഷ നികുതി അഥവാ ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത് ഒരു ആൾക്ക് അടയ്ക്കേണ്ട നികുതി അയാൾ നേരിട്ടടയ്ക്കുന്ന നികുതിയെ പറയുന്ന പേരാണ് പ്രത്യക്ഷ നികുതി അഥവാ ഡയറക്റ്റ് ടാക്സ്. എന്നാൽ ഇടനിലക്കാരൻ മുഖേന അടയ്ക്കുന്ന നികുതിയെ പറയുന്ന പേരാണ് ഇൻഡയറക്റ്റ് ടാക്സ് അഥവാ പരോക്ഷ നികുതി. നമ്മൾ നികുതി നേരിട്ടടയ്ക്കുന്നു. അപ്പോൾ എനിക്ക് അടയ്ക്കേണ്ട നികുതി ഞാൻ നേരിട്ടടയ്ക്കുന്ന നികുതിയെ പറയുന്ന പേരാണ് ഡയറക്റ്റ് ടാക്സ് അല്ലെങ്കിൽ പ്രത്യക്ഷ നികുതി. എനിക്ക് ഗവൺമെൻറ്റിലേക്ക് ഞാൻ നേരിട്ടടയ്ക്കുകയാണ് ആ പ്രത്യക്ഷ നികുതി. എന്നാൽ പരോക്ഷ നികുതി ഞാൻ വേറൊരാൾക്ക് കൊടുക്കുകയും അയാൾ ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയും ചെയ്യുന്നതാണ്. ഇടനിലക്കാരൻ മുഖേന അടയ്ക്കുന്ന നികുതിയെ പറയുന്ന പേരാണ് പരോക്ഷ നികുതി. ഉദാഹരണത്തിന് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് ആദായ നികുതി, കെട്ടിട നികുതി, തൊഴിൽ നികുതി, വാഹന നികുതി തുടങ്ങിയവ. ആദായ നികുതി, കെട്ടിട നികുതി, തൊഴിൽ നികുതി, വാഹന നികുതി തുടങ്ങിയ നികുതികൾ ഞാൻ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുകയാണ്. ഡയറക്റ്റ് ഞാൻ അടയ്ക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ ഡയറക്റ്റ് ടാക്സ് അഥവാ പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. നേരിട്ട് അടയ്ക്കുന്ന നികുതിയെ പറയുന്ന പേരാണ് പ്രത്യക്ഷ നികുതി. ഇനി നമുക്ക് പരോക്ഷ നികുതിയുടെ നോക്കാം. എക്സൈസ് നികുതി, വിനോദ നികുതി, വിൽപ്പന നികുതി എന്നിവയാണ് പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങൾ. അതായത് സിനിമാ തിയേറ്ററിൽ സിനിമ കാണാൻ പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്ന എൻ്റർടൈൻമെൻറ്റ് ടാക്സ് അഥവാ വിനോദ നികുതി തിയേറ്റർ ഉടമ മുഖേനയാണ് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കപ്പെടുന്നത്. ഒരു ഇടനിലക്കാരൻ, നമ്മൾ കൊടുക്കുന്ന ടാക്സ് ഒരു ഇടനിലക്കാരൻ മുഖേന ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന നികുതിയെ പറയുന്ന പേരാണ് ഇടനിലക്കാരൻ മുഖേന അടയ്ക്കുന്ന നികുതിയെ പറയുന്ന പേരാണ് പരോക്ഷ നികുതി. നേരിട്ട് അടയ്ക്കുന്ന നികുതി പറയുന്ന പേരാണ് പ്രത്യക്ഷ നികുതി. ഇനി പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നികുതിക്ക് പുറമേ ഈടാക്കുന്ന അധിക നികുതിയെ പറയുന്ന പേരാണ് സർചാർജ്. പ്രത്യക്ഷമോ പരോക്ഷമായ ആ നികുതിക്ക് പുറമേ ഈടാക്കുന്ന അധിക നികുതിയാണ് സർചാർജ്. നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലിൽ നോക്കിയാൽ നമുക്ക് സർചാർജ് എന്ന് പറഞ്ഞ് ഒരു എക്സ്ട്രാ ഒരു ചാർജ് കാണാം. ആ പ്രത്യക്ഷമോ പരോക്ഷമായ നികുതിക്ക് പുറമേ ഈടാക്കുന്ന ആ അധിക നികുതിയെ പറയുന്ന പേരാണ് സർചാർജ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. നമ്മൾ കേട്ടിട്ടുണ്ട് പ്രളയ സെസ്, ഫ്ലഡ് സെസ് അഥവാ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക്, അതായത് പ്രത്യേക ഫണ്ട് പെട്ടെന്ന് രൂപീകരിക്കാൻ വേണ്ടി ആവശ്യം അങ്ങനെ പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയെ പറയുന്ന പേരാണ് സെസ്. ഒന്നുകൂടെ നോക്കാം. നികുതിയെ നമ്മൾ രണ്ടായി തിരിക്കുന്നു. പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി. പ്രത്യക്ഷ നികുതി ഡയറക്റ്റ് ടാക്സ്, പ്രത്യക്ഷ നികുതിയെ പറയുന്ന പേരാണ് മറ്റൊരു പേരാണ് ഡയറക്റ്റ് ടാക്സ്. പരോക്ഷ നികുതി പറയുന്ന പേര് ഇൻഡയറക്റ്റ് ടാക്സ്. പേര് പോലെ തന്നെ ഡയറക്റ്റ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന നികുതിയെ പറയുന്ന പേരാണ് പ്രത്യക്ഷ നികുതി. നേരിട്ട് അടയ്ക്കുന്ന നികുതി ആണ് പ്രത്യക്ഷ നികുതി. ആദായ നികുതി, കെട്ടിട നികുതി, തൊഴിൽ നികുതി, വാഹന നികുതി തുടങ്ങിയവ പ്രത്യക്ഷ നികുതികളാണ്. നമ്മൾ നേരിട്ട് ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന നികുതികൾ. എന്നാൽ ഒരു ഇടനിലക്കാരൻ മുഖേന അടയ്ക്കുന്ന നികുതിയെ പറയുന്ന പേരാണ് പരോക്ഷ നികുതി. ഇടനിലക്കാരൻ മുഖേന അടയ്ക്കുന്ന നികുതി, എക്സൈസ് നികുതി, വിനോദ നികുതി, വിൽപ്പന നികുതി തുടങ്ങിയവ പരോക്ഷമായി, അതായത് വേറൊരാളുടെ ഇടനിലക്കാരൻ മുഖേന അടയ്ക്കുന്ന നികുതിയെ പറയുന്ന പേരാണ് പരോക്ഷ നികുതി. എന്നാൽ പ്രത്യക്ഷമോ പരോക്ഷമോ ആയ നികുതിക്ക് പുറമേ ഈടാക്കുന്ന നികുതിയാണ് സർചാർജ്. പ്രത്യക്ഷമോ പരോക്ഷമായ നികുതിക്ക് പുറമേ ഈടാക്കുന്ന അധിക നികുതിയെ പറയുന്ന പേരാണ് സർചാർജ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതി സെസ്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി രൂപപ്പെടുത്തുന്ന അധിക നികുതിയാണ് സെസ്. ഇനി കേന്ദ്ര സർക്കാരിലേക്കും സംസ്ഥാന സർക്കാരിലേക്കും നൽകേണ്ട നികുതികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഏതാനും ചില നികുതികളെ കുറിച്ചാണ് ഈ പറയുന്നത്. കേന്ദ്ര സർക്കാരിലേക്ക് നൽകേണ്ട നികുതികൾ: എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി, ആദായ നികുതി, സേവന നികുതി. ഓർക്കുക, എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി, ആദായ നികുതി, സേവന നികുതി തുടങ്ങിയ നികുതികൾ കേന്ദ്ര സർക്കാരിലേക്ക് നൽകേണ്ട നികുതികളാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിലേക്ക് നൽകേണ്ട നികുതികൾ ഏതൊക്കെയാണ്? വിൽപ്പന നികുതി, വാഹന നികുതി, രജിസ്ട്രേഷൻ നികുതി, ഭൂനികുതി. വിൽപ്പന നികുതി, വാഹന നികുതി, രജിസ്ട്രേഷൻ നികുതി, ഭൂനികുതി തുടങ്ങിയവയാണ് സംസ്ഥാന സർക്കാരിലേക്ക് നൽകേണ്ട നികുതികൾ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകുന്ന നികുതി, കെട്ടിട നികുതി, തൊഴിൽ നികുതി, പരസ്യ നികുതി, വിനോദ നികുതി തുടങ്ങിയവയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകേണ്ടുന്ന നികുതികൾ. ഒന്നുകൂടെ നോക്കാം. കേന്ദ്ര സർക്കാരിലേക്ക് നൽകേണ്ട നികുതികൾ ഏതൊക്കെയാണ്? എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി, ആദായ നികുതി, സേവന നികുതി. ഓർക്കുക, എക്സൈസ്, കസ്റ്റംസ്, ആദായ നികുതി, സേവന നികുതി തുടങ്ങിയവയാണ് കേന്ദ്ര സർക്കാരിലേക്ക് നൽകേണ്ട നികുതികൾ. എന്നാൽ സംസ്ഥാന സർക്കാരിലേക്ക് നൽകേണ്ട നികുതി എന്ന് നോക്കൂ. വിൽപ്പന നികുതി, വാഹന നികുതി, രജിസ്ട്രേഷൻ നികുതി, ഭൂനികുതി തുടങ്ങിയവ സംസ്ഥാന സർക്കാരിലേക്ക് നൽകേണ്ട നികുതികളാണ്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നൽകേണ്ട നികുതികൾ: കെട്ടിട നികുതി, തൊഴിൽ നികുതി, പരസ്യ നികുതി, വിനോദ നികുതി. ഇനി നമ്മൾ കാണപ്പെടുന്ന പലതരം നികുതികളെ കുറിച്ച് പഠിക്കും. സിനിമാ തിയേറ്ററുകൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതിയെ പറയുന്ന പേരാണ് വിനോദ നികുതി. സിനിമാ തിയേറ്ററുകൾക്ക് മേൽ ഏർപ്പെടുന്ന നികുതിയുടെ പേരാണ് വിനോദ നികുതി. പാലം, റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗതത്തിന് നൽകേണ്ടി വരുന്ന നികുതിയുടെ പേരാണ് ടോൾ. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി ഒക്ട്രോയ്. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ചുമത്തപ്പെടുന്ന നികുതിയെ പറയുന്ന പേരാണ് ഒക്ട്രോയ്. സിനിമാ തിയേറ്ററുകൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി വിനോദ നികുതി. സിനിമാ തിയേറ്ററുകൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി വിനോദ നികുതി അഥവാ എൻ്റർടൈൻമെൻറ്റ് ടാക്സ്. പാലം, റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗതത്തിന് നൽകേണ്ടി വരുന്ന നികുതി ടോൾ. പാലം, റോഡ് എന്നിവയിലൂടെയുള്ള ഗതാഗതത്തിന് നൽകേണ്ടി വരുന്ന നികുതി ടോൾ. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി ഒക്ട്രോയ്. നഗരങ്ങളിൽ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നികുതി ഒക്ട്രോയ്. നമുക്ക് മൂല്യവർദ്ധിത നികുതി അഥവാ വാല്യൂ ആഡഡ് ടാക്സിനെ കുറിച്ച് പഠിക്കാം. അടയ്ക്കേണ്ട നികുതി നികുതിദായകന് സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനത്തിന് പറയുന്ന പേരാണ് മൂല്യവർദ്ധിത നികുതി അഥവാ വാല്യൂ ആഡഡ് ടാക്സ്. ഓർക്കുക, അടയ്ക്കേണ്ട നികുതി നികുതിദായകന് സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനമാണ് മൂല്യവർദ്ധിത നികുതി അഥവാ വാല്യൂ ആഡഡ് ടാക്സ്. വാല്യൂ ആഡഡ് ടാക്സ് അഥവാ മൂല്യവർദ്ധിത നികുതി ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്. വർഷമേതാണ് 1954. ലോകത്തിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഫ്രാൻസ് ആണ്. വർഷം 1954. ഏഷ്യയിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയ രാജ്യം ഏതാണ്? ദക്ഷിണ കൊറിയയാണ്. 1977 ദക്ഷിണ കൊറിയ മൂല്യവർദ്ധിത നികുതി നടപ്പിലാക്കിയത്. എന്നാൽ ഇന്ത്യയിൽ ആദ്യമായി നടപ്പിലാക്കിയത് ഹരിയാനയിലാണ് 2003 ഏപ്രിൽ 1. എന്നാൽ ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി നിലയിൽ വന്നത് 2005 ഏപ്രിൽ 1 ഒരു കൺഫ്യൂഷൻ വരുന്നതാണ്. 2003 ഹരിയാനയിൽ ഏർപ്പെടുത്തുകയും ഇന്ത്യയിൽ മൂല്യവർദ്ധിത നിലയിൽ വന്നത് 2005 ഏപ്രിൽ 1 കൺഫ്യൂഷൻ വരുന്നതാണ്. ഡേറ്റ് ഓർത്ത് പഠിക്കുക. ഒന്നുകൂടെ നോക്കാം. മൂല്യവർദ്ധിത നികുതി അഥവാ വാല്യൂ ആഡഡ് ടാക്സ്. അടയ്ക്കേണ്ട നികുതി നികുതിദായകന് സ്വയം വിലയിരുത്താൻ കഴിയുന്ന സംവിധാനമാണ് മൂല്യവർദ്ധിത നികുതി അഥവാ വാല്യൂ ആഡഡ് ടാക്സ്. വാല്യൂ ആഡഡ് ടാക്സ് ആദ്യമായി നടപ്പിലാക്കിയ രാജ്യം ഫ്രാൻസ് ആണ്. വർഷം 1954. ഏഷ്യയിൽ ആദ്യമായി മൂല്യവർദ്ധിത നടപ്പിലാക്കിയ രാജ്യം ദക്ഷിണ കൊറിയയാണ്. 1977. ഇന്ത്യയിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഇന്ത്യയിൽ ആദ്യമായി മൂല്യവർദ്ധിത നികുതി ഏർപ്പെടുത്തിയ സംസ്ഥാനം ഹരിയാനയാണ്. 2003 ഏപ്രിൽ 1. എന്നാൽ ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി നിലയിൽ വന്നത് 2005 ഏപ്രിൽ 1. ആ വ്യത്യാസം മനസ്സിലാക്കുക. 2003 ഏപ്രിൽ 1 ഹരിയാനയിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ കൊണ്ടുവരികയും ഇന്ത്യയിൽ മൂല്യവർദ്ധിത നികുതി നിലയിൽ വന്നത് 2005 ഏപ്രിൽ 1. വാല്യൂ ആഡഡ് ടാക്സ് അഥവാ മൂല്യവർദ്ധിത വകുതിയുടെ ഉന്നതാധികാര സമിതി രൂപീകരിച്ച സമയത്ത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായിരുന്നു ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. മൂല്യവർദ്ധിത നികുതിയുടെ ഉന്നതാധികാര സമിതി രൂപീകരിച്ച സമയത്തെ ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ആരാണ്? ഡോക്ടർ മൻമോഹൻ സിംഗ്. മൂല്യവർദ്ധിത നികുതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ധനകാര്യമന്ത്രിമാരുടെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? അസിം ദാസ് ഗുപ്ത. മൂല്യവർദ്ധിത നികുതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ധനകാര്യമന്ത്രിമാരുടെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ അസിം ദാസ് ഗുപ്ത. മൂല്യവർദ്ധിത നികുതിയുടെ പരിഷ്കരിച്ച രൂപം മോഡ് വാറ്റ് എന്ന് പറയുന്നു അഥവാ മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ്. മൂല്യവർദ്ധിത നികുതിയുടെ പരിഷ്കരിച്ച രൂപം മോഡ് വാറ്റ് അഥവാ മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ്. മോഡ് വാറ്റിൻ്റെ സ്ഥാനത്ത് വന്ന പുതിയ നികുതി സെൻവാറ്റ് അഥവാ സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ്. എന്നോട് നോക്കുക. മൂല്യവർദ്ധിത നികുതിയുടെ ഉന്നതാധികാര സമിതി രൂപീകരിച്ച സമയത്ത് ഇന്ത്യയുടെ ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ്. മൂല്യവർദ്ധിത നികുതി നടപ്പാക്കുന്നത് സംബന്ധിച്ച് ധനകാര്യമന്ത്രിമാരുടെ കമ്മിറ്റിയിലെ അധ്യക്ഷൻ അസിം ദാസ് ഗുപ്ത. മൂല്യവർദ്ധിത നികുതിയുടെ പരിഷ്കരിച്ച രൂപം എന്ന് പറയുന്നത് മോഡ് വാറ്റ് അഥവാ മോഡിഫൈഡ് വാറ്റ് ആണ്. മോഡ് വാറ്റിൻ്റെ സ്ഥാനത്ത് വന്ന പുതിയ നികുതി സെൻവാറ്റ് അഥവാ സെൻട്രൽ വാറ്റ് ആണ്. മോഡ് വാറ്റിൻ്റെ സ്ഥാനത്ത് വന്ന പുതിയ നികുതി സെൻവാറ്റ് അഥവാ സെൻട്രൽ വാറ്റ്. സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ്. മൂല്യവർദ്ധിത നികുതിയുടെ പരിഷ്കരിച്ച രൂപം മോഡ് വാറ്റ് മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ്. മോഡ് വാറ്റിൻ്റെ സ്ഥാനത്ത് വന്ന പുതിയ നികുതി സെൻവാറ്റ് അഥവാ സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ്. അടുത്ത GST കുറിച്ച് പഠിക്കാം. GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ചരക്ക് സേവന നികുതിയെ പറയുന്ന പേരാണ് GST. ദേശീയ സംസ്ഥാന തലങ്ങളിലെ നിലവിലുള്ള വിവിധ തരം പരോക്ഷ നികുതികൾക്ക് പകരം ദേശീയ തലത്തിൽ ഏർപ്പെടുന്ന ഏകീകൃതവും പരോക്ഷവുമായ മൂല്യവർദ്ധന നികുതിയെ പറയുന്ന പേരാണ് GST അഥവാ ചരക്ക് സേവന നികുതി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. പരോക്ഷ നികുതിയാണത്, പ്രത്യക്ഷ നികുതിയല്ല. പരോക്ഷ നികുതി ഓർക്കുക. GST പരോക്ഷ നികുതിയാണ് GST. ദേശീയ സംസ്ഥാന തലങ്ങളിലെ നിലവിലുള്ള വിവിധ തരം പരോക്ഷ നികുതികൾക്ക് പകരം ദേശീയ തലത്തിൽ ഏർപ്പെടുത്തുന്ന ഏകീകൃതവും പരോക്ഷവുമായ മൂല്യവർദ്ധന നികുതിയെ പറയുന്ന പേരാണ് GST.
ജി എസ് ടി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് എന്നാണെന്ന് നോക്കാം. ജി എസ് ടി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 3. 2016 ഓഗസ്റ്റ് 3. ലോക്സഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8. ജി എസ് ടി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 3. ജി എസ് ടി ബിൽ ലോക്സഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8. ജി എസ് ടി ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. ജി എസ് ടി ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. ജി എസ് ടി നിലവിൽ വന്നത് 2017 ജൂലൈ 1. ജി എസ് ടി നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഒന്നുകൂടെ ഡേറ്റുകൾ ഓർക്കുക. ജി എസ് ടി ബിൽ രാജ്യസഭ പാസ്സാക്കി 2016 ഓഗസ്റ്റ് 3. ലോക്സഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. എന്നാൽ ജി എസ് ടി നിലവിൽ വന്നത് 2017 ജൂലൈ 1. ദേശീയ സംസ്ഥാന തലങ്ങളിലെ നിലവിലുള്ള വിവിധ തരം പരോക്ഷ നികുതികൾക്ക് പകരം ദേശീയ തലത്തിൽ ഏർപ്പെടുത്തുന്ന ഏകീകൃതവും പരോക്ഷവുമായ മൂല്യവർധന നികുതിയെ പറയുന്ന പേരാണ് ജി എസ് ടി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ ചരക്ക് സേവന നികുതി. ജി എസ് ടി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 3. ജി എസ് ടി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 3. ജി എസ് ടി ബിൽ ലോക്സഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8. ജി എസ് ടി ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. ജി എസ് ടി ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചതാണ് 2016 സെപ്റ്റംബർ 8. കൂടെ പറയുക, 2016 സെപ്റ്റംബർ 8 ജി എസ് ടി ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് എന്നാണ് 2016 സെപ്റ്റംബർ 8. ജി എസ് ടി ബിൽ നിലവിൽ വന്നത് എന്നാണ് പറയൂ. ജി എസ് ടി ബിൽ നിലവിൽ വന്നതെന്നാണ് 2017 ജൂലൈ 1. ഈ വർഷവും ഡേറ്റും കൃത്യമായി ഓർക്കുക. ജി എസ് ടി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 3. 2016 ഓഗസ്റ്റ് 3. ലോക്സഭ 2016 ഓഗസ്റ്റ് 8. ലോക്സഭ 2016 ഓഗസ്റ്റ് 8. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8. ജി എസ് ടി നിലവിൽ വന്നത് 2017 ജൂലൈ 1. ജി എസ് ടി നിലവിൽ വന്നത് 2017 ജൂലൈ 1. ഇനി നമ്മുടെ ജി എസ് ടി ബിൽ നടപ്പിലാക്കണമെങ്കിൽ എത്ര സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം? ഉത്തരം 16 എന്നാണ്. ജി എസ് ടി ബിൽ നടപ്പിലാക്കാൻ എത്ര സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്? 16. ജി എസ് ടി ബിൽ നടപ്പിലാക്കാൻ എത്ര സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്? 16. ജി എസ് ടി ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അസം. ജി എസ് ടി ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം അസം. ജി എസ് ടി ബിൽ പാസ്സാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാർ. നമ്മൾ നേരത്തെ പറഞ്ഞു ജി എസ് ടി ബിൽ നടപ്പിലാക്കാൻ 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്. ജി എസ് ടി ബിൽ പാസ്സാക്കിയ 16ാമത്തെ സംസ്ഥാനം ഒഡീഷ. ജി എസ് ടി ബിൽ പാസ്സാക്കിയ അവസാനത്തെ സംസ്ഥാനമാണ് ജമ്മു ആൻഡ് കാശ്മീർ. ജി എസ് ടി ബിൽ പാസ്സാക്കിയ അവസാന സംസ്ഥാനം ജമ്മു കാശ്മീരാണ്. ഒന്നുകൂടെ നോക്കുക. ജി എസ് ടി ബിൽ നടപ്പിലാക്കാൻ 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്. ജി എസ് ടി ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അസം. ജി എസ് ടി ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം അസം. ജി എസ് ടി ബിൽ പാസ്സാക്കിയ രണ്ടാമത്തെ സംസ്ഥാനം ബീഹാറാണ്. ജി എസ് ടി ബിൽ പാസ്സാക്കിയ രണ്ടാം സംസ്ഥാനം ബീഹാർ. ജി എസ് ടി ബിൽ പാസ്സാക്കാൻ 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമായിരിക്കെ 16ാമതായി ജി എസ് ടി ബിൽ പാസ്സാക്കിയ സംസ്ഥാനം ഒഡീഷയാണ്. ജി എസ് ടി ബിൽ പാസ്സാക്കിയ അവസാന സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീരാണ്. ജി എസ് ടി ബിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയെ പറയുന്ന പേരാണ് പ്രോജക്റ്റ് സാക്ഷം. ജി എസ് ടി ബിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയെ പറയുന്ന പേരാണ് പ്രോജക്റ്റ് സാക്ഷം. ജി എസ് ടി കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട കെ എം മാണിയാണ്. ജി എസ് ടി കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ കെ എം മാണി രാജിവെച്ചപ്പോൾ അമിത് മിത്ര. ജി എസ് ടി കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ കെ എം മാണി രാജിവെച്ചപ്പോൾ അമിത് മിത്ര ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. മദ്യം, പെട്രോൾ എന്നിവയെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ജി എസ് ടി ബിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രോജക്റ്റ് സാക്ഷം. ജി എസ് ടി കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ കെ എം മാണി രാജിവെച്ചപ്പോൾ അമിത് മിത്ര. ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് മദ്യം, പെട്രോൾ. ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് മദ്യം, പെട്രോൾ. ജി എസ് ടി ബിൽ നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയാണ് ജി എസ് ടി കൗൺസിൽ. ജി എസ് ടി ബിൽ നടപ്പിലാക്കുന്നതിനായി രൂപീകരിച്ച ഉന്നതാധികാര സമിതിയാണ് ജി എസ് ടി കൗൺസിൽ. ജി എസ് ടി കൗൺസിൽ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. ജി എസ് ടി കൗൺസിൽ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. ജി എസ് ടി കൗൺസിലിൻ്റെ ആദ്യ അഡീഷണൽ സെക്രട്ടറി അരുൺ ഗോയലാണ്. ജി എസ് ടി കൗൺസിലിൻ്റെ ആദ്യ അഡീഷണൽ സെക്രട്ടറി അരുൺ ഗോയലാണ്. ജി എസ് ടിയെക്കുറിച്ച് നമുക്ക് ഒന്നുകൂടെ നോക്കാം. ദേശീയ സംസ്ഥാന തലങ്ങളിലായി നിലവിലുള്ള വിവിധ തരം പരോക്ഷ നികുതികൾക്ക് പകരം ദേശീയ തലത്തിൽ ഏർപ്പെടുന്ന ഏകീകൃതവും പരോക്ഷവുമായ മൂല്യവർദ്ധന നികുതി പറയുന്ന പേരാണ് ജി എസ് ടി അഥവാ ചരക്ക് സേവന നികുതി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ജി എസ് ടി ബിൽ രാജ്യസഭ പാസ്സാക്കിയത് എന്നാണ് 2016 ഓഗസ്റ്റ് 3. 2016 ഓഗസ്റ്റ് 3 ഡേറ്റ് ഓർക്കുക. ലോക്സഭ പാസ്സാക്കിയത് 2016 ഓഗസ്റ്റ് 8ആണ്. ജി എസ് ടി ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8ആണ്. ജി എസ് ടി ബില്ലിൽ പ്രസിഡന്റ് ഒപ്പുവെച്ചത് 2016 സെപ്റ്റംബർ 8ആണ്. ജി എസ് ടി ബിൽ നിലവിൽ വന്ന 2017 ജൂലൈ 1ആണ്. ജി എസ് ടി ബിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1ആണ്.
GST ബിൽ നടപ്പിലാക്കാൻ എത്ര സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്? 16. GST ബിൽ നടപ്പിലാക്കാൻ എത്ര സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്? 16. GST ബിൽ നടപ്പിലാക്കാൻ എത്ര സംസ്ഥാനങ്ങളുടെ അംഗീകാരം ആവശ്യമാണ്? 16. GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം അസം. GST ബിൽ പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അസം. GST ബിൽ പാസ്സാക്കിയ രണ്ടാമത് സംസ്ഥാനം ബീഹാറാണ്. GST ബിൽ പാസ്സാക്കിയ 16ാമത് സംസ്ഥാനം ഒഡീഷയാണ്. GST ബിൽ പാസ്സാക്കിയ അവസാനത്തെ സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീരാണ്. GST ബിൽ പാസ്സാക്കിയ അവസാനത്തെ സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീരാണ്. GST ബിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രോജക്റ്റ് സാക്ഷം. ഓർക്കുക, GST ബിൽ രാജ്യവ്യാപകമായി നടപ്പിലാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി പ്രോജക്റ്റ് സാക്ഷം. GST കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ KM മാണി. GST കമ്മിറ്റിയുടെ ആദ്യ അധ്യക്ഷൻ KM മാണി. KM മാണി രാജിവെച്ചപ്പോൾ അമിത് മിത്ര. GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് മദ്യം, പെട്രോൾ. GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് മദ്യം, പെട്രോൾ. മദ്യത്തിനെയും പെട്രോളിനെയും GSTയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. GST ബിൽ നടപ്പിലാക്കുന്നതിന് രൂപീകരിച്ച ഉന്നതാധികാര സമിതി GST കൗൺസിൽ. GST ബിൽ നടപ്പിലാക്കുന്നതിന് രൂപീകരിച്ച ഉന്നതാധികാര സമിതി GST കൗൺസിൽ. GST കൗൺസിലിൻ്റെ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രി. GST കൗൺസിലിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് കേന്ദ്ര ധനകാര്യമന്ത്രി. GST കൗൺസിലിൻ്റെ ആദ്യ അഡീഷണൽ സെക്രട്ടറി അരുൺ ഗോയൽ. GST കൗൺസിലിൻ്റെ ആദ്യ അഡീഷണൽ സെക്രട്ടറി അരുൺ ഗോയൽ. GST കൗൺസിലിൻ്റെ ആദ്യ അഡീഷണൽ സെക്രട്ടറി ആരാണ്? അരുൺ ഗോയൽ. GST ബിൽ നടപ്പിലാക്കുന്നതിന് രൂപീകരിച്ച ഉന്നതാധികാര സമിതി GST കൗൺസിൽ. GST ബിൽ നടപ്പിലാക്കുന്നതിന് രൂപീകരിച്ച ഉന്നതാധികാര സമിതി GST കൗൺസിൽ. GST കൗൺസിൽ ചെയർമാൻ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ്. GST കൗൺസിലിൻ്റെ ആദ്യ അഡീഷണൽ സെക്രട്ടറി അരുൺ ഗോയൽ. ഇത്രയും പോയിൻറ്റ്സാണ് നികുതിയെക്കുറിച്ച് പ്രധാനമായി പറയാനുള്ളത്. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു. ഏവർക്കും പഠിക്കാൻ സാധിക്കട്ടെ എന്നും ഉയർന്ന മാർക്കോടുകൂടി നല്ല റാങ്ക് നേടാൻ കഴിയട്ടെ എന്നും ആശംസിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ നമസ്കാരം.